സാറേ, ദാ ഈ ഗംഗയാ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിട്ടത്. കൊച്ചു സ്കൂളിൽ ചെന്നിട്ടില്ലെന്നാ അവര് പറയുന്നേ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് സാറ് തന്നെ ഗംഗയോട് ചോദിക്കണം. പറയൂ ഗംഗേ, എന്താ ഉണ്ടായത്? മാളുവിനെ രാവിലെ ഓട്ടോയില് ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടതാ. അതെന്താ, സ്കൂൾ ബസ്സിലല്ലേ കുട്ടിയെ വിടുന്നത്? മിക്കവാറും അജിത്തേട്ടനോ മഹേട്ടനോ ആണ് മാളുവിനെ സ്കൂളിൽ കൊണ്ടേ വിടാറുള്ളത്. ഇന്നലെ അജിത്തേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. മഹേട്ടനാണെങ്കില് കമ്പനിയിൽ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നേരത്തെ പോണ്ടി വന്നു. അതുകൊണ്ട് മാളുവിനെ സ്കൂൾ ബസ്സിൽ വിടാന്ന് കരുതി ചെന്നപ്പോ ബസ് പോയി കഴിഞ്ഞിരുന്നു. അതാ ഓട്ടോയിൽ കൊണ്ടുപോയി വിട്ടത്. ഇന്ന് സ്കൂൾ ബസ്സിൽ പോവാന്ന് കരുതി. അതിന് സ്കൂൾ ബസ് പോയല്ലോ, ഇപ്പൊ പോയതേ ഉള്ളൂ. ഏത് ഓട്ടോയിലാണ് കൊണ്ടുപോയെന്നറിയോ? ബസ് കാത്തു നിൽക്കുന്നിടത്ത് ആളില്ലാതെ വന്നൊരു ഓട്ടോയിലാ കയറി പോയത്. അതേ ഓട്ടോയിൽ തന്നെയാ മാളുവിനെ സ്കൂളിൽ അയച്ചിട്ട് ഞാൻ തിരിച്ചു വന്നതും. പക്ഷേ അതേത് ഓട്ടോ ആണെന്ന് എനിക്കറിയില്ല. ആ സീറ്റിന്റെ സൈഡില് ശിവപാർവതിമാരുടെ ഒരു പടം ഉണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കുട്ടിയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോഴാ? വൈകുന്നേരം സ്കൂൾ ബസ്സിൽ മാളുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ചെന്നപ്പോഴാ മാളു ആബ്സെന്റ് ആയിരുന്നു എന്ന് ഒരു കുട്ടി പറഞ്ഞത്. മാളു ഇറങ്ങിയിട്ടില്ല. ആന്റി, മാളവിക ഇന്ന് ആബ്സെന്റ് ആയിരുന്നല്ലോ. ആബ്സെന്റോ? ഉടനെ തന്നെ ഞാൻ സ്കൂളിൽ വിളിച്ച് ചോദിച്ചു. അപ്പൊ മാളുവിന്റെ ടീച്ചർ പറഞ്ഞു കുട്ടി സ്കൂളിൽ വന്നിട്ടില്ലാന്ന്. മാളവിക ഇന്ന് സ്കൂളിൽ വന്നില്ലല്ലോ. ഏ, അതെങ്ങനെയാ ടീച്ചർ? ഞാനാ രാവിലെ മാളുവിനെ സ്കൂളിൽ കൊണ്ട് വിട്ടത്. ഈശ്വര, എന്താ ഈ പറയുന്നത്? പിന്നെ മാളവിക എവിടെ പോയി? സർ, ഇതൊക്കെ ഇവള് വെറുതെ പറയുന്നതാ. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ദേ ഈ ഗംഗയാ. ഇവള് കൊടുത്ത ജ്യൂസിൽ നിന്ന് വിഷം ഉള്ളിൽ ചെന്ന് ദേവി ആന്റി മരണത്തിന്റെ വക്കീന്നാ തിരിച്ചു വന്നത്. അത് വധശ്രമമാണല്ലോ. മെഡിക്കോ ലീഗൽ കേസായിട്ടും അതിന്റെ ഇന്റിമേഷൻ ഒന്നും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ലല്ലോ. അതൊരു സംശയം മാത്രമായിരുന്നു സർ. ആരാണത് ചെയ്തതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ഒരു ഉറപ്പുമില്ല. ഇപ്പൊ ആ കേസിനല്ല പ്രാധാന്യം. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. ഞങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം വിവരം അറിയിക്കാം. ഗംഗ പറയുന്ന കാര്യങ്ങളിൽ ചില അവ്യക്തതകളുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വ്യക്തമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിൽ ഗംഗയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും. ഗംഗ എങ്ങും പോകരുത്. ഇല്ല സാർ, അവള് പോവില്ല. അത് ഞങ്ങള് നോക്കിക്കോളാം. മഹി, ഞങ്ങൾ വിവരം അറിയിക്കാം. ശരി സർ. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരണം സർ. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. കുട്ടി കാലത്തെ സ്കൂളിൽ എത്തിയില്ല എന്ന് പറയുമ്പോൾ തട്ടിയെടുത്തവർക്ക് കുട്ടിയെ ഒളിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു. അതാണ് നമുക്ക് മുന്നിലുള്ള വലിയൊരു ബുദ്ധിമുട്ട്. എങ്കിലും ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. മഹിയെ ഞങ്ങൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ശരി സർ. വരൂ.
ഭഗവാനെ, എനിക്ക് പേടിയാവുന്നു. അമ്മേ, എന്നെ രക്ഷിക്കണേ. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോവും? അച്ഛനെ ഗംഗയുടെ അടുത്ത് ഞാൻ എങ്ങനെ എത്തും? ആരോടെങ്കിലും സഹായം ചോദിച്ചാലോ? അച്ഛന്റെ പേര് പറഞ്ഞാൽ അറിയാന്നുള്ളവരുണ്ടാവില്ലേ? അങ്കിൾ, മാളു നിക്കണേ അവിടെ നിക്കാൻ. നിക്കണേ. എവിടെ പോയി? ഭഗവാനെ, ശ്രീ മഹേശ്വര, ചെയ്യാത്ത തെറ്റുകൾക്ക് ഞാൻ പഴി കേൾക്കുന്നത് അതെന്റെ വിധിയായിരിക്കാം. പക്ഷെ മാളു എന്ത് പഴച്ചു? അവൾ എവിടെയാ ഭഗവാനെ? പലരും മാളുവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത്തരക്കാരുടെ കയ്യിലെങ്ങാനും മാളു എത്തിപ്പെട്ടോ? എന്റെ മാളു എവിടെയാണെങ്കിലും മാളുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണേ ഭഗവാനെ. മഹേട്ടൻ മാളുവിനെ കണ്ടെത്താനായിട്ട് പോയി കഴിഞ്ഞു. ഞാനും പോവാ. മാളുവിനെ കിട്ടിക്കഴിഞ്ഞിട്ടേ ഞാൻ തിരികെ വരൂ. ഭഗവാൻ എനിക്ക് മാളുവിനെ കണ്ടെത്താനുള്ള വഴി കാണിച്ചു തരണേ. നീ ഇതെവിടേക്കാ ഈ സമയത്ത്? ഞാൻ മാളുവിനെ കണ്ടുപിടിക്കാൻ പോവാ. മാളു ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. മാളുവിനെ കൊണ്ടുപോയി കളഞ്ഞത് നീയല്ലേ? എന്നിട്ട് നീ തന്നെ മാളുവിനെ തേടി പോവാണോ? ഈ നുണക്കഥയൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല.
പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമല്ലേ? മാളു എന്റെ കുഞ്ഞാ. മാളുവിന്റെ കാലില് ഒരു മുള്ളു പോലും കൊള്ളാതെയാ ഞാൻ അവളെ നോക്കുന്നത്. എന്റെ മാളുവിനെ കാണാതെ എനിക്കൊരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കില്ല. അവളെ ഞാൻ കൊണ്ട് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഈശ്വരൻ പോലും ക്ഷമിക്കില്ല ശ്രേയച്ചി. അത് ശരി, കൊള്ളരുതായിക മുഴുവൻ ചെയ്തു വെച്ചിട്ട് നീ എന്നെ ശപിക്കുന്നോ? ഇത് ശാപോ മോക്ഷോ ഒന്നുമല്ല. എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാ. എത്രയും പെട്ടെന്ന് എനിക്ക് മാളുവിനെ കണ്ടുപിടിക്കണം. ഞാൻ പോയിട്ട് വരാം. നീ ഇവിടുന്ന് എങ്ങോട്ട് പോവില്ല ഗംഗേ. നിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. മാളുവിനെ കണ്ടുപിടിക്കാനേ മഹിയേട്ടൻ പോയിട്ടുണ്ട്. നാട് മുഴുവൻ പോലീസും അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നീ പോകുന്ന എന്തിനാ? അതും ഈ രാത്രിയില്. എവിടെയാ പോകണ്ടെന്നോ എവിടെയാ തേടേണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പോയി അന്വേഷിക്കും. മാളു എവിടെയുണ്ടെന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാ അത് വലിയൊരു നേട്ടല്ലേ? നീ നിനക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ ഇവിടുന്ന് പോകുന്നേ. അത് മാളുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതെനിക്ക് ഉറപ്പാ. അങ്ങനെ വെറുതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നിന്നെ ഞാൻ സമ്മതിക്കൊന്ന് കരുതണ്ട. എന്റെ സമ്മതമില്ലാതെ നീ ഈ വീടിന്റെ പടി ഇറങ്ങില്ല. കേറി പൊടിയാത്ത. ശ്രേയച്ചി, വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ട. ഞാൻ പോവും. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് മാളുവിനെ കണ്ടുപിടിക്കണം. ഇല്ല ഗംഗെ, നീ ഇവിടുന്ന് പോവില്ല. നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. നീ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ നീ അനുഭവിക്കണം. നിന്നെ ഇവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കണം. അതൊക്കെ മാളുവിനെ കണ്ടു കിട്ടിയില്ലെങ്കിലുള്ള കാര്യല്ലേ? അങ്ങനെ സംഭവിച്ച പിന്നെ എനിക്ക് ജീവിക്കാൻ പോലും താല്പര്യമില്ല. അപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യോ ജയിലിലിടുവോ എന്ത് വേണേലും ചെയ്തോട്ടെ. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ശ്രേയച്ച് എന്നെ തടയാൻ നിൽക്കരുത്. തടഞ്ഞാ നീ എന്ത് ചെയ്യും? എന്നെ തല്ലൂ? എങ്കിലതൊന്ന് കാണണമല്ലോ. ശ്രേയച്ച് എന്നെ വിട്. എനിക്ക് മാളുവിനെ കണ്ടുപിടിക്കണം. ഒരു മാളു ഓടി ഇങ്ങോട്ട്. കേറടി ഇങ്ങോട്ട്. കേറടി. ഞാൻ മാളുവിനെ കൂട്ടിക്കൊണ്ട് വരട്ടെ. കേറാനല്ലേ പറഞ്ഞെ? കേറടി. നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല മോളെ. കേറടി ഇങ്ങോട്ട്. ഏട്ടൻ വരാതെ നീ ഈ മുറിന്ന് പുറത്ത് പോകുന്ന എനിക്കൊന്ന് കാണണം. കേറടിയാത്ത ചേച്ചി, നിന്നോടല്ലേ കേറാൻ വിട്. വിടാനല്ലേ പറഞ്ഞേ? കേറടി. ഇനി രാഹുൽ നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ രക്ഷിക്കാൻ ഞാൻ വരില്ല. നീ സ്വയം രക്ഷപ്പെടണം. നിന്റെ ഉള്ളിലെ ശക്തി എന്താണെന്ന് നീ തിരിച്ചറിയണം. കേറടിയാത്ത. ശ്രീ മഹേശ്വര, രക്ഷിക്കണേ. എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നു. അവള് പോയോ? നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടടി. കാണിച്ചു തരാൻ ഞാൻ. മഹിയേട്ടനെ വിളിക്കാം. ഹലോ. ഹലോ. ആ മഹിയേട്ട, ഗംഗ ഇവിടുന്ന് ഇറങ്ങിപ്പോയോ? ഇറങ്ങിപ്പോയോ? എങ്ങോട്ട്? മാളുവിനെ കൊണ്ടുപോയി കളഞ്ഞതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന് രക്ഷപ്പെട്ടതാന്ന് തോന്നുന്നു. അവളെ എവിടെങ്കിലും വെച്ച് കണ്ടാലേ പിടിച്ച് പോലീസ് ഏൽപ്പിക്കണം മഹിയേട്ട. ഹലോ മഹിയേട്ട,
ആ ഹലോ. എന്നാ ശരി മഹേട്ടാ, ഞാൻ വിവരം വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. മാളുവിന്റെ വിവരം വല്ലതും കിട്ടിയായിരുന്നോ? ഇല്ല. ആഹാ. ശരി എന്നാ മഹേട്ടൻ അന്വേഷിച്ചോ. നമ്മുടെ മാളുവിനെ വേഗം തിരിച്ചു കിട്ടാനേ ഞാൻ പ്രാർത്ഥിക്കാം മഹേട്ടാ. ശരി. മാളു, ഇങ്ങനെയാണല്ലോ. മഹേട്ടാ, എന്നെ വണ്ടി കയറ്. നിക്കടി അവിടെ. നിക്കടി അവിടെ. നിക്കടി. നിക്കാൻ. ഗംഗ വീട്ടിൽ നിന്ന് മാളുവിനെ തിരക്കി ഇറങ്ങിയെന്ന് ശ്രേയ എന്നെ വിളിച്ചു പറഞ്ഞു. ഇനി മാളുവിനെ കിട്ടുമ്പോൾ ഗംഗയെ കാണാത്ത അവസ്ഥ ഉണ്ടാവരുത്. ഗംഗ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. മഹേട്ടാ, ഞാൻ വേണ്ട, ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. എനിക്കെന്റെ മോളെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തിരിച്ചു കിട്ടിയാൽ മതി. മാളുവിനെ കണ്ടെത്താൻ ഗൗരി ചേച്ചിയുടെ സഹായം തേടിയേ പറ്റൂ.
ഗൗരി ചേച്ചി ഒന്ന് വേഗം വരൂ. മാളു എവിടെയുള്ളതെന്നൊന്ന് കണ്ടുപിടിച്ചു തരൂ.